എന്താണ് ഡിവൈഎഫ്ഐക്കാർക്ക് ആഭ്യന്തര വകുപ്പിനോട് ഇത്ര പുച്ഛവും പരിഹാസവും? പോലീസുകാരെ നോക്കുകുത്തിയാക്കി നാടുനീളെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നാട്ടുകാർ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് എന്തു കരുതുമെന്ന് സഖാക്കൾ എന്താണ് പരിഗണിക്കാത്തത്? കണ്ണൂരിൽ കാക്കിക്ക് തല്ലുകിട്ടി, ആലപ്പുഴയിൽ നോക്കുകുത്തിയാക്കി, പത്തനംതിട്ടയിൽ നിസ്സഹായരാക്കി. കടക്കലെത്തിയാൽ തിരുവാതിര എന്തോ ഉണ്ടെന്ന് കേട്ടു. വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വക. പോലീസിൽ കയറിയത് ക്രമസമാധാന പാലനത്തിനും നാടുനീളെ രക്ഷാപ്രവർത്തനമോ? യുവജന സംഘടനകൾ തല്ലി തീർക്കുന്നോ? തല്ലു കിട്ടുന്നവർ വിലപിക്കേണ്ടതില്ലേ? വെല്ലുവിളി പോലീസിന് ചേർന്നതോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ VPP മുസ്തഫ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ഇന്ന് പത്തനംതിട്ടയിൽ രണ്ടിടത്താണ് രക്ഷാപ്രവർത്തനമെന്ന പുതിയ കലാപരിപാടി അരങ്ങേറിയത്. ഇനി 2 ജില്ലകൾ കൂടി ബാക്കിയുണ്ട്. വലിയ സമാപന സമ്മേളനം തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്നു. ശ്രീ VPP മുസ്തഫ, സംസ്ഥാനത്ത് സഞ്ചരിക്കുന്ന മന്ത്രിസഭയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ കേരള പോലീസിന് കഴിയില്ലേ? കേരള പോലീസ് അതിനെ ഏൽപ്പിച്ച ചുമതല വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശബരിമലയിൽ ചെയ്യേണ്ട സേവനം അവിടെ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചുമതലകൾ അവരവിടെയും നിർവഹിക്കുന്നുണ്ട്. ആ രംഗത്ത് കേരള പോലീസ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും ഏറ്റവും മികവാർന്ന പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള ഏജൻസികൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് കേരള പോലീസ് അങ്ങനെ എന്തെങ്കിലും ദൗർബല്യമുള്ള പ്രവർത്തനക്ഷമതയിൽ എന്തെങ്കിലും കുറവുള്ള ഒന്നല്ല എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ താങ്കളുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കേരള പോലീസ് അതുകൊണ്ടാണല്ലോ 12 ജില്ലയിലേക്ക് ഡിവൈഎഫ്ഐക്കാർക്ക് കേരള പോലീസിന് ഈ മികവിൽ വിശ്വാസമില്ലേ? ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ പ്രശ്നമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയില്ല, ഡിവൈഎഫ്ഐക്കാർ അത് നിയന്ത്രിക്കേണ്ടതുണ്ട്, ആ രീതികൾ ഇനിയും തുടരണം എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഈ മികവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? രാഷ്ട്രീയ നിലപാടുകൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ തന്നെ കാണണം. അതിന് പോലീസിന്റെ മേലെ ചാരേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ ആദ്യം ചോദിച്ചത് പോലീസിന് പറ്റില്ല എന്നാണ്. പോലീസ് ആ ചുമതല നിർവഹിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര തലത്തിലുള്ള വിലയിരുത്തൽ ഏജൻസികൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോഴത്തെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ ആദ്യമായിട്ട് നടക്കുന്ന ഒന്നൊന്നുമല്ലല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും പിന്നെ കുറച്ച് ആളുകളും ചേർന്ന് നടത്തുന്നത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ്. നവകേരള സദസ്സിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത തന്നെയാണ് അവരെ അലോസരപ്പെടുത്തുന്ന പ്രശ്നം. അത് ബഹിഷ്കരിക്കാൻ അവർ തീരുമാനിച്ചു. അവരുടെ 41 മണ്ഡലങ്ങൾ UDF 2021 കേരളത്തിൽ ഇടതുപക്ഷത്തിന് അതിന് മുമ്പുള്ള 5 വർഷത്തേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നൽകി കേരളം ഇടതുപക്ഷത്തെ സ്വീകരിച്ചപ്പോഴും UDF-നെ ഭരിച്ചതാണ് 41 മണ്ഡലങ്ങൾ. ആ 41 മണ്ഡലങ്ങളിലെങ്കിലും നവകേരള സദസ്സ് പാളിപ്പോകും, അത് ദുർബലമാകും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തുടങ്ങിയ മണ്ഡലം, ആ ആദ്യത്തെ 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായി UDF ജയിച്ചു വരുന്നതും മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ളതും കേരളത്തിൽ ഇടതുപക്ഷം സ്ഥിരമായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ 2 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരവും കാസർഗോഡും. അവിടെ ഉൾപ്പെടെ വൻതോതിലുള്ള സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടെ അതിഗംഭീരമായി അത് നടന്നു. മുഖ്യമന്ത്രി ഇടക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വർത്തമാനവുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളി തന്നെ നടത്തി. നമുക്ക് പരവൂരിൽ കാണാം. സ്ഥിരമായിട്ട് കുറച്ചു കാലമായി ശ്രീ VD സതീശൻ തന്നെ ജയിച്ചു വരുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലെ നവകേരള സദസ്സും വമ്പൻ പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും ഗംഭീരമായിട്ട് നടന്നു. അങ്ങനെ നവകേരള സദസ്സിന്റെ സ്വീകാര്യത. ഇതിനിടയിലാണ് മലയാളത്തിലെ 2 മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നത്. 2019 ആയിരിക്കില്ല 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2019 ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയ ഇടതുപക്ഷം 2024 വൻ തിരിച്ചുവരവ് നടത്തും എന്നതുൾപ്പെടെയുള്ള സൂചനകൾ നൽകുന്ന അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നത്. ഇതെല്ലാം ചേർന്നപ്പോൾ ഈ നവകേരള സദസ്സ് ഇങ്ങനെ സമാധാനപരമായി മുന്നോട്ട് പോയി. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളോ ഒന്നും ആദ്യമായി നടക്കുന്നതല്ല എന്ന്. എന്നാലും ഈ പറയുന്ന ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും യുവജന സംഘടനകൾ തെരുവിൽ ഇങ്ങനെ ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാണല്ലോ.
യൂത്ത് കോൺഗ്രസിന്റേത് ആസൂത്രിതമായ രീതി തന്നെ എന്ന് വിചാരിക്കട്ടെ. അതിനെ പല വാക്കുകൾ ഉപയോഗിച്ച് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ CPM-ന്റെ ഭാഗത്തു നിന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് ആസൂത്രിതമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു ഭാഗം ആസൂത്രണം ചെയ്ത് ഒരു സ്ഥലത്ത് പതുങ്ങി നിന്ന് ആക്രമണം നടത്തുമ്പോൾ അവിടെ തന്നെ പതുങ്ങി നിന്ന് പ്രത്യാക്രമണം നടത്തുന്നത് ആസൂത്രിതമായ കാര്യമല്ലേ? അപ്പോൾ ഈ ആസൂത്രണം രണ്ട് ഭാഗത്തും നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ഭാഗത്തെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വാചകം താങ്കൾ ഉപയോഗിച്ചത് തെറ്റാണ്. ഡിവൈഎഫ്ഐക്കാർ പതുങ്ങി നിന്നിട്ട് ആക്രമണം നടത്തിയിട്ടില്ല. എവിടെയെങ്കിലും പൊന്തക്കാടുകളുടെ മറവിലോ ബിൽഡിങ്ങുകളുടെ മറവിലോ 2-3 ആളുകൾ ഒളിച്ചിരുന്ന് എന്നിട്ട് ഈ വാഹന വ്യൂഹം വരുമ്പോൾ അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന പതുങ്ങിയിരുന്നിട്ടുള്ള ഇത്തരം അക്രമോത്സുകമായ പ്രവർത്തനം ഡിവൈഎഫ്ഐക്കാർ എവിടെയും നടത്തിയിട്ടില്ല. അവര് ഇവിടെ നടക്കുന്ന നവകേരള സദസ്സിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരു കൂട്ടമായിട്ട് വരികയാണ്. അവര് പ്രധാന വീതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവരെവിടെയെങ്കിലും ഞാൻ മുഖവിലേക്ക് എടുക്കാം. യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രം ഒറ്റയ്ക്ക് പതുങ്ങിയിരുന്നു. അതെങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാർ കാണുന്നത്? ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നിടത്ത് കൃത്യമായി പോലീസ് സംവിധാനം ഉണ്ടാവുകയും മാധ്യമങ്ങൾ ഉണ്ടാവുകയും ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? താങ്കൾ ഒരു നല്ല അന്വേഷണ ഉദ്യോഗസ്ഥയാകാൻ ശ്രമിക്കൂ. എങ്ങനെയാണ് ഈ പതുങ്ങിയിരുന്നത് ഡിവൈഎഫ്ഐക്കാർ കാണുന്നു, എങ്ങനെയാണ് അത് ഇതൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. മാധവിന് മനസ്സിലാവുന്നില്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് അവര് പതുങ്ങിയിരിക്കുന്നതെന്നും വാഹന വ്യൂഹം കാണുമ്പോൾ അവരെങ്ങനെയാണ്. മാധവ്, ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ചോദ്യം ഉന്നയിച്ചാൽ എനിക്ക് ആ ചോദ്യം കേൾക്കാൻ കഴിയില്ല. അപ്പോ ഇന്ററപ്ഷൻ വരികയാണ്. ഒന്നുകിൽ എന്നോട് നിർത്താൻ പറയുക, എന്നിട്ട് താങ്കൾ ചോദ്യം ഉന്നയിക്കുക, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ താങ്കൾ ഒന്ന് സമാധാനപൂർവ്വം നിന്നാൽ നമുക്ക് നല്ല നിലയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വളരെ കൃത്യമാണല്ലോ. യൂത്ത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ ഈ നവകേരള സദസ്സിന്റെ സ്വീകാര്യതയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഈ സമരം ഇങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുക്കപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രം, ഇപ്പൊ 12 ജില്ലയിലെ കഴിഞ്ഞല്ലോ, ഈ 12 ജില്ലയിൽ ഏതാണ്ട് 110-110ഓളം മണ്ഡലങ്ങളും കഴിഞ്ഞല്ലോ. ഇത്രയും മണ്ഡലങ്ങളിൽ എല്ലായിടത്തും ഇതുപോലെ താങ്കൾ പറയുന്ന പോലെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഏറ്റുമുട്ടലുണ്ടായോ? ഇത്രയും മണ്ഡലങ്ങളിൽ എല്ലായിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായോ? ഈ 12 ജില്ല എടുത്തു നോക്കിയാൽ, ഈ 110 മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ എത്ര സ്ഥലത്താണ് സംഘർഷം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് തന്നെയും കാണാൻ വേണ്ടി കഴിയുമല്ലോ. ആകെ മൊത്തം ഈ നവകേരള സദസ്സ് പോയയിടത്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു കേന്ദ്രമല്ലേ? ഒരു സംഘർഷവും അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗുകാരും MSF-ഉം ഈ ഡിവൈഎഫ്ഐക്കാരോ SFIക്കാരോ അതുപോലെ തന്നെ പോലീസോ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ. കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയുമെല്ലാം ശ്രീ PJ ജോസഫിന്റെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു ഇടം കൂടിയല്ലേ? അവിടെ അവരാരും വന്നില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ശ്രീ CP ജോണിന്റെ പാർട്ടിക്ക് അല്പം വേണമെങ്കിൽ 1-2 സ്ഥലത്തൊരു 4 ആളെ കിട്ടുമല്ലോ. അവരും എവിടെയും വന്നില്ലല്ലോ. യൂത്ത് കോൺഗ്രസ് തന്നെ തികച്ചും വരുന്നില്ലല്ലോ. യൂത്ത് കോൺഗ്രസിലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഇത് ആസൂത്രിതമാണെന്നും ഗൂഢനീക്കമാണ് എന്നും ഞങ്ങൾ പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ലോ, ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. കാരണം പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം വന്നത് തന്നെ വ്യാജ ഇലക്ഷൻ കാർഡ് അച്ചടിച്ച് അങ്ങനെ വ്യാജ വോട്ട് കള്ള വോട്ട് ചെയ്തിട്ടാണ്. ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപമല്ലല്ലോ. ഡിവൈഎഫ്ഐക്കാരല്ലോ കേസ് കൊടുക്കാൻ പോയത്, ഡിവൈഎഫ്ഐക്കാരല്ലോ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നിർത്തിവെക്കണമെന്ന് പറയാൻ പോയത്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേൽക്കുന്നത് തടയണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയത് SFIക്കാരല്ലോ. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഈ പുതിയ പ്രസിഡന്റ് അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും ആളാണ്. കോൺഗ്രസിന്റെ ആളല്ല, കോൺഗ്രസിന്റെ ആളല്ല, പരമ്പരാഗത കോൺഗ്രസുകാർ. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുതിയ ടീമിനെ അംഗീകരിക്കുന്നില്ല. അവര് വന്നു എന്ന വഴികൾ അങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാമുള്ള നിരാശയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ നവകേരള സദസ്സിന്റെ അറ്റൻഷൻ മാറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി ചില പ്രതികരണങ്ങൾ അല്ലാതെ മറ്റൊന്ന് നമുക്കിതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ശരി, ശ്രീ VPP മുസ്തഫ. ശ്രീ രാജു പി നായർ, നിങ്ങൾ ഇങ്ങനെ ഒളിച്ചിരുന്ന് 1-2 ഇടത്ത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ക്വാഡ്, ആത്മഹത്യാ സ്ക്വാഡ് എന്നാണ് പാർട്ടി സെക്രട്ടറി അതിനെ വിശേഷിപ്പിച്ചത്, ചാവേർ സംഘം എന്നൊക്കെ മറ്റു ചില വിശേഷണങ്ങളും കേട്ടു. അങ്ങനെ ഒളിഞ്ഞിരുന്ന് കരിങ്കൊടി കാണിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാരുടെ കണ്ണിൽപ്പെടുന്നത്, പോലീസുകാരുടെ കണ്ണിൽപ്പെടുന്നത്?
അതോ ഈ രക്ഷാപ്രവർത്തനം ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിക്കാൻ നിങ്ങളുടെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികളോ മണ്ഡലം കമ്മിറ്റികളോ ഒക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ടോ? മധു, ഞാൻ എല്ലാം കൂടി ചേർത്ത് മറുപടി പറയാം. ആദ്യം ബഹുമാന്യായ ശ്രീ VPP മുസ്തഫ ഇവിടെ പറഞ്ഞത് നവകേരള സദസ്സിലെ പരാതികളെ സംബന്ധിച്ചാണ്, അവിടുത്തെ ആൾക്കൂട്ടങ്ങളെ സംബന്ധിച്ചാണ്. ഇത് സത്യത്തിൽ സർക്കാരിൻ്റെ ഈ ജനങ്ങളെ കേൾക്കാനും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നോ? എന്തായാലും നവംബർ 30-ാം തീയതി, നവംബർ 26-ാം തീയതിയാണോ PRD ഇറക്കിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും മണ്ഡലങ്ങളിൽ നേരിട്ടെത്തുന്ന നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ, അതിൻ്റെ മുഴുവൻ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരാതികൾ സ്വീകരിക്കാനാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പരാതികൾ പറയാൻ വന്ന ജനങ്ങളെ, അതിനകത്ത് മറ്റേ നമ്മുടെ തൊഴിലുറപ്പും ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ, കുടുംബശ്രീ എല്ലാം ഉണ്ടെന്ന് നിൽക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പരാതി തരാൻ കൊടുത്ത ജനങ്ങളെ കണ്ടിട്ട് ഒരു മന്ത്രി അവിടെ നിന്ന് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയുന്ന അശ്ലീലം ഈ നവകേരള സദസ്സിൽ നമ്മൾ കണ്ടു. ഇനി കോൺഗ്രസിന് 41 അല്ലെങ്കിൽ UDFന് 41 MLA അവിടെ ചെന്ന് പരാതി പറയാത്തതിന്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ആ വേദി ഉപയോഗിക്കാത്തതിൻ്റെ കുണ്ഠിതമാണ് ശ്രീ VPP മുസ്തഫയ്ക്ക്. ആ മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ കക്ഷിയുടെ MP തോമസ് ചാഴികാടൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു വിഷയം പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ഈ സദസ്സ് എന്നുള്ളത് ഇതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പാർട്ടിക്കകത്ത് വലിയ ഒരു നീരസമുണ്ട്. ആ നീരസം ചിലപ്പോൾ ഇത്തരത്തിലുള്ള വക്താക്കൾ വന്നിട്ട് ജനങ്ങൾ ഇത് കുറേ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പരാതി പറയുന്നതിനെ സംബന്ധിച്ച് MLA ചെല്ലുന്നില്ല എന്ന് പറഞ്ഞത് തോമസ് ചാഴിക്കാടൻ്റെ അനുഭവത്തിന് ശേഷം ഏതെങ്കിലും CPMന്റെ പ്രതിനിധി ഒരു ചാനൽ ചർച്ച ചെയ്ത് വന്ന് പറയുമോ? സെൽഫ് ഗോൾ അല്ലേ? ആ സെൽഫ് ഗോൾ അടിക്കുന്നത് ഇങ്ങനെ കുറച്ച് നാണം കരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം കരിങ്കൊടി കാണിക്കുന്നതാണ്. കരിങ്കൊടി കാണിക്കുന്നത് എങ്ങനെയാണ്? കരിങ്കൊടി സംരക്ഷണത്തോടുകൂടി പോകുന്ന മന്ത്രിമാരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെയും എല്ലാം കരിങ്കൊടി കാണിക്കുന്നത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടല്ല. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ അവിടെ പോകുന്ന വഴിക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് ആണ് ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ആ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ടാവും. പോലീസ് ആ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കും. അത് ചിലപ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ആൾക്കാരോട് ചിലർ ചോദിക്കും, ചിലപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്റലിജൻസ് സംവിധാനം അതിലാണല്ലോ. ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചു. MP രാജേഷ് പറഞ്ഞത് പാർട്ടിക്കോ ഡിവൈഎഫ്ഐക്കോ ഇതിലൊരു ബന്ധവുമില്ല, ഇത് പൊതുജനമാണ് നേരിടുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള ഈ പ്രതിഷേധത്തെ പൊതുജനം നേരിടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കണ്ണൂർ പഴയങ്ങാടിയിലെ പൊതുജനമാണല്ലോ റിമാൻഡിൽ പോയത്. ഈ ജീവൻ രക്ഷാ പ്രവർത്തനം ഉപയോഗിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം പാവപ്പെട്ട ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തല്ലി ചതച്ചിട്ട് അതിനെ അപമാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ പുങ്കവൻ ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ട് അത് നമ്മൾ ഏറ്റെടുക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം പാവപ്പെട്ട കുട്ടികളുടെ തല തല്ലി പൊട്ടിക്കുകയാണ് എല്ലാ. അതൊക്കെ ഇവരൊക്കെ പറയുന്ന വാക്കുകളല്ലേ ഇതൊക്കെ? ഇതിനേക്കാളൊക്കെ എത്രയോ വൃത്തികെട്ട വാക്കുകളാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അപ്പൊ പിന്നെ ഒരു വക്താവ് എന്ന് പറയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അത്തരത്തിൽ ശരി, ആയിക്കോട്ടെ, അങ്ങയുടെ എതിർപ്പ് ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു വാക്ക് ഒരു മനുഷ്യൻ ചെറുപ്പക്കാരുടെ തലതല്ലി പൊട്ടിക്കുന്ന, ചെടിച്ചട്ടിയും ഹെൽമെറ്റും വെച്ച് തലതട്ടി പൊട്ടിക്കുമ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നതിനെ വലിയ മഹത്വജനമായിട്ട് കാണാൻ സാധിക്കുമോ? അത് നമ്മളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിൽ ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളിൽ ആക്രമണം നേരിടുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരോട് നമ്മൾ ചെയ്യുന്ന അനീതിയായിരിക്കും ആ വിവരക്കേട് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പം ഞാൻ നേരത്തെ മാധു ചോദിച്ച ചോദ്യവും VPP മുസ്തഫ പറഞ്ഞതും ജനങ്ങളാണ്. ആ ജനങ്ങളാണോ പഴയങ്ങാടിയിൽ റിമാൻഡിൽ പോയത് വധശ്രമത്തിന്? ആണോ? അല്ലല്ലോ. അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരല്ലേ പോയത്. ഇപ്പോൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ മുഴുവൻ കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്ന, യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളല്ലേ? സ്വന്തം പ്രവർത്തകരെ പോലും തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് CPM എത്തിയിരിക്കുന്നുണ്ടോ? അതല്ലേ ജനവികാരം എതിരാകുമ്പോൾ സ്വന്തം പ്രവർത്തകരെ പോലും തള്ളിപ്പറയുകയാണ്. ആ നിലയിലേക്ക് ഇവരെത്തി. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ്. സർക്കാരിൻ്റെ പരിപാടി, ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാരിൻ്റെ പരിപാടിയിൽ ഈ ഡിവൈഎഫ്ഐക്കാർക്ക് എന്താണ് റോള്? ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ, അവരെ തല്ലാൻ ഡിവൈഎഫ്ഐ ഏത് നിലയിലാണ് ഇതിൽ പങ്കെടുക്കുന്നത്? അപ്പം പോലീസ് നിൽക്കുന്നു, പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം.
പോലീസ് പിടിച്ചു മാറ്റുന്നത് മനസ്സിലാക്കാം. അവിടെ ഡിവൈഎഫ്ഐക്കാർ വന്നിട്ട് ആക്രമിക്കുന്നത് അത് എന്ത് റോള് കൊടുത്തതിന്റെ പേരിലാണ്? അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയാണ് അവർക്ക് റോള് കൊടുത്തത്. കണ്ണൂർ പഴയങ്ങാടിയിലെ വിഷയം കഴിഞ്ഞപ്പോൾ ഇത് തുടരണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അവർ കേൾക്കാതിരിക്കുവോ? അപ്പൊ കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഇനി നോക്കൂ മാധു, ആരാ പോലീസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന നമ്മൾ കണ്ടു ആലപ്പുഴയിൽ, അവിടെ പോലീസ് ഇറങ്ങി കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ അവരെ തടഞ്ഞു വെച്ചു. ഞങ്ങൾക്ക് എതിർപ്പില്ല. കരിങ്കൊടി വീശിയവരെ തടഞ്ഞ് വെക്കുന്നതിനോടോ അവർക്കെതിരെ കേസെടുക്കുന്നതിനോ ഞങ്ങൾക്ക് എതിർപ്പില്ല. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷേ ആരാണ് അവിടെ അവരെ തല്ലിച്ചതച്ചത്? ആ വാഹനത്തിന് പുറകിൽ പോയ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി. ആ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റിയുടെ പണി ഇതാണോ? ആണോ? ഈ സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ CPM-ന്റെയും കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമാണോ? കേരളത്തിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയും ചെയ്യും. അതിന്റെ തുടക്കം ഞാൻ ശ്രീ ജോസഫ് സി മാത്യുവിൽ നിന്നാകട്ടെ എന്ന് വിചാരിച്ചാണ്. ശ്രീ ജോസഫ് സി മാത്യു, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ വടിയുമെടുത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, മുട്ടിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീണ്ടും ആക്രമിക്കുന്നത് വരെ കണ്ടു. ഇന്നിപ്പോൾ പ്രചരിക്കുന്ന ഒരു ഫേസ്ബുക്കിലെ സ്ക്രീൻഷോട്ട് അങ്ങും കണ്ടിട്ടുണ്ടല്ലോ, വലിയ വാർത്തയായിട്ടുണ്ട് അല്ലെ? മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽപ്പെട്ട ഒരാൾ ഒരു പോസ്റ്റ് മറുപടിയായി പറയുന്നത്, കഴിയുമെങ്കിൽ കടക്കൽ വരുമ്പോൾ ഒന്ന് തടഞ്ഞു നോക്ക്, എല്ലാ മറുപടിയും അന്നു തരാം. ഞാൻ പറയുന്ന ആലപ്പുഴയിൽ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആളുകളെ, അതായത് പ്രതിഷേധക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുമ്പോൾ പോലും ആ ശരീരഭാഷ വ്യക്തമാക്കുകയാണ്. കണ്ണൂർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ മുഴുവൻ പ്രതിഷേധത്തോടുള്ള ചൊരുക്കുമാണ് തല്ലി തീർക്കുന്നത്. അത് കടക്കൽ വരുമ്പോൾ എന്താ അവിടെ സർക്കാർ വക തിരുവാതിര സംഘടിപ്പിക്കുന്നുണ്ടോ? സാധാരണ കടക്കൽ തിരുവാതിരയ്ക്ക് തല്ലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ തിരുവാതിര സംഘടിപ്പിക്കുന്നുണ്ടോ? അവിടെ വരുമ്പോൾ കണ്ടേക്കാം, കണ്ടു കളയാമെന്ന് പറയാൻ ഈ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രമസമാധാന പാലനം അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമായ ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. നടപടി ഉണ്ടാവേണ്ടതല്ലേ? മാധു, ഇവര് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസേഴ്സാണ്. ഇവര് അംഗരക്ഷകർ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു VIP-യുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശമ്പളം കൊടുത്ത്, നമ്മൾ പെൻഷനും കൊടുത്ത് അങ്ങനെ ആക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവർ. അപ്പോൾ അവർ പോലീസ് അവരുടെ സാധാരണ ക്രമസമാധാന ഡ്യൂട്ടിയിൽ നിന്ന് മാറിയിട്ട് ഈ VIP-യുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ യഥാർത്ഥത്തിൽ കലാപാഹ്വാനം നടത്തുകയാണ്. ഇന്നിടത്തേക്ക് കലാപത്തിന് ആൾക്കാരെ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? കലാപാഹ്വാനം മാത്രമല്ല, ഈ VIP-യുടെ സുരക്ഷ ഒരുക്കേണ്ടവർ VIP-ക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ദൂരത്ത് നിൽക്കുന്നവരെ ക്ഷണിച്ചു വരുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഇവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടവർ, സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ കൈകാര്യം ചെയ്യുന്നവർ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരൊരു സർക്കാരിനെ വിമർശിച്ചൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എത്ര പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്ന് അറിയാം? വീട്ടമ്മമാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇവർക്ക് ഈ VIP-ക്ക് ചുറ്റുമാണ് ഇവർ പ്രവർത്തിക്കേണ്ടത്. VIP രംഗത്തില്ലെങ്കിൽ ഇവർക്ക് ജുറിസ്ഡിക്ഷൻ ഇല്ല, ഇവരവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവരുണ്ടാവേണ്ടത് ആ VIP-യോടൊപ്പമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നു പോയ ശേഷം പിന്നാലെ ഒരു വാഹനത്തിൽ വന്ന് ആ വാഹനം അവിടെ നിർത്തി. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥലത്തില്ല, ഇവരവിടെ ഇറങ്ങി ചിലരെ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ ഇവർക്കവിടെ യാതൊരു റോളുമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവരാക്രമിക്കുന്ന ആൾക്കാർ അവർ അക്രമകാരികളായിട്ട് വന്നതാണെന്ന് തന്നെ ഇരിക്കുക. അവരുടെ കയ്യിൽ ആയുധമില്ല, അവർ പോലീസ് കസ്റ്റഡിയിലാണ്. അങ്ങനെ നിരായുധരായി നിൽക്കുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള ബലം പ്രയോഗിക്കാതെ നിൽക്കുന്ന ആൾക്കാരെ ഇവർ വാഹനത്തിൽ ഇറങ്ങിയിട്ട് ഇവരാക്രമിക്കുകയാണ്. മൂന്നാമത്, ഇവരുപയോഗിക്കുന്നത് എന്താണ്? ഇവരുപയോഗിച്ചത് ലാത്തിയല്ല. ലാത്തിക്ക് സ്പെസിഫിക്കേഷനുണ്ട്, അതിൻ്റെ തൂക്കം, ഔൺസ് ഉണ്ട്, നീളമുണ്ട്, അതിലെ കിഴുത്ത, അതിലെ ചരട്, എല്ലാത്തിനും സ്പെസിഫിക്കേഷനുണ്ട്. പോലീസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അവരുപയോഗിച്ചത് ലാത്തിയല്ല എന്ന് ആ പോലീസ് ലാത്തി കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇവരൊരു വലിയ വടിയും കൊണ്ട് വന്നിട്ട് ഇരു കൈകളും കൊണ്ട് തലയ്ക്ക് മുകളിൽ ഉയർത്തി ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ആൾക്കാരെ തലയ്ക്കടിക്കുകയാണ്. മഫ്തിയിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ലാത്തി ഉപയോഗിച്ചത്? ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് ാണോ കൊടുത്തിരിക്കുന്നത്, ലാത്തിയാണോ കൊടുത്തിരിക്കുന്നത്, ഉളക്കയാണോ കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് ആകപ്പാടെ പറയാവുന്ന ന്യായം, ഇവരൊരു ജീവഹാനി ഒഴിവാക്കാൻ വേണ്ടി പിസ്റ്റലിന് പകരം വേറെ ഒരു ആയുധമെടുത്ത്
അതിലും കുറഞ്ഞ പരിക്കോടുകൂടി VIP-യെ സംരക്ഷിച്ചു എന്ന് മാത്രമാണ് ഇവർക്ക് പറയാവുന്ന ഒരു ന്യായം. പക്ഷേ VIP-യുടെ അഭാവത്തിൽ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങളുടെ ഒരു പ്രസൻസിൽ ഇവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇവർ കാണിച്ചത് വെറും ഗുണ്ടാ പ്രവർത്തനമാണ്. ഒരു സാധാരണ സിറ്റിസണെതിരെ ചുമത്തുന്ന നടപടി ഇവർക്കെതിരെ നിയമപ്രകാരം ചുമത്തുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വേറെ നടപടി എടുക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി ഇവരെ ന്യായീകരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് കംപ്ലൈൻറ്റിന് പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോവുമായിരിക്കാം. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടപടി എടുക്കേണ്ടവരെ കൂടി അതിൽ നിന്ന് നിർവീര്യമാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഇവരെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നവകേരള യാത്ര ആരംഭിച്ച സമയം മുതൽ നിങ്ങൾ നോക്കൂ, ഞാൻ തുടക്കം മുതൽ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം, ഇതൊരു തീർത്തും നിരർത്ഥകമായ യാത്രയാണ്. ഇത് ഈ IT ഒക്കെ ഇത്രയും വളർന്ന ഒരു സന്ദർഭത്തിൽ ഇനിയും വിവരശേഖരണത്തിന് വേണ്ടിയായാലും പരാതി സ്വീകരിക്കാൻ വേണ്ടിയാണെങ്കിലും ഈ യാത്ര ഒരു പ്രയോജനരഹിതമായിട്ടുള്ള ഒരു യൂസ്ലെസ് ആയിട്ടുള്ള യാത്രയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇത് വളരെ കുറച്ചുകൂടെ കൃത്യമായി വരികയാണ്. പോസ്റ്റുകളുണ്ടല്ലോ, അതിൽ ഈ വെല്ലുവിളി മാത്രമല്ല, അതിന് താഴേക്ക് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അതിന് താഴേക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് സ്ക്രീനിൽ കൊടുക്കാൻ കഴിയില്ല. പബ്ലിക്കായി പറയാൻ കഴിയാത്ത വാക്കുകൾ ഉപയോഗിക്കുകയാണ്. യൂണിഫോമിൽ ഒരു പോലീസുകാരൻ യൂണിഫോമിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പോലീസുകാരനാണല്ലോ അല്ലേ? പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് അടിസ്ഥാനപരമായ ബോധ്യമുണ്ട്. അവർ രാഷ്ട്രീയ തിമിരം, മാന്യതയെ പോലും, വ്യക്തിപരമായ മാന്യതയെ പോലും അതിജീവിക്കുകയാണോ? മാധു, ഈ അധികാര ഗർവം എന്ന് പറയുന്നത് ഒരു പകരുന്ന അസുഖമാണ്. ഇവർക്ക് ഈ പകർച്ചവ്യാധി ബാധിച്ചിരിക്കുന്നു. അതിനെ ഒതുക്കി വെക്കാൻ ചിലർക്ക് കഴിയുന്നത് പോലെ ഇവർക്ക് കഴിയാത്ത വരുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ത്രഷോൾഡ് ഉണ്ടല്ലോ. അപ്പോൾ ചിലരുടേത് കൂടുതൽ തികട്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷേ ഈ അധികാര ഗർവ് പൂർണ്ണമായി ബാധിച്ചതിൻ്റെതാണ് നമ്മൾ ഈ കാണുന്ന ഈ ഉന്മാദാവസ്ഥ മുഴുവൻ. അതാണ് ഞാൻ പറയാൻ വന്നതാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ എന്താണ് പറഞ്ഞത്? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ PRD തന്നെ പരാതി സ്വീകരിക്കാനുള്ള പ്രത്യേക മാർഗങ്ങൾ, പരാതി പരിഹരിക്കാൻ എടുക്കുന്ന സമയക്രമം. അപ്പോൾ 100 പ്രാവശ്യം പരാതി കൊടുത്തവർ ഇപ്രാവശ്യമെങ്കിലും എൻ്റെ പരാതിക്ക് ഒരു തീർപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് വീണ്ടും വന്ന് ചെളിക്കുണ്ടിലൊക്കെ നിന്ന് പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരാണ് മേടിക്കുന്നതെന്ന് കണ്ട് നിരാശരായപ്പം ഞങ്ങൾ വാങ്ങിയാലും ഉദ്യോഗസ്ഥരുടെയിലാണ് കൊടുക്കുന്നത്, അതൊക്കെ സമയബന്ധിതമായി പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി കോട്ടയത്തെത്തിയപ്പോൾ MPയെ ശകാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഈ ചാഴിക്കാടന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, ഇത് പരാതി വാങ്ങാനോ പരിഹരിക്കാനോ ഉള്ള യാത്രയല്ല, ഇത് തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് നിങ്ങളിപ്പോൾ സർക്കാരിൻ്റെ സ്പോൺസേഡ് പരിപാടിയിൽ പറയുന്നത് കേൾക്കൂ, നാട് നീളെ ഒഴുകി അങ്ങോട്ട് എത്തുകയാണ്. എന്തിനാണ്? ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് സർക്കാരിനോട് പറയാൻ വേണ്ടി സ്വയം തടിച്ചു കൂടിയതാണ് ഈ ജനങ്ങളെല്ലാം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വിളിച്ചു വരുത്തിയവരെ പോലും പറഞ്ഞു പറ്റിച്ച യാത്രയാണിത്. നിങ്ങൾ ഇപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ച VIP-കളുണ്ടല്ലോ, പ്രമുഖന്മാർ, അതിലൊരാളായിരുന്നല്ലോ ബിഷപ്പ് പ്ലാമ്പാനി. അദ്ദേഹം പറഞ്ഞ എന്താ? ഇതിൻ്റെ ഫലമായിട്ട് 50 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അവർ 300 തരണമായിരുന്നു, നിങ്ങൾ 250 തന്നാലും മതി, അതുണ്ടെങ്കിൽ ഈ യാത്ര കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളില്ല. അദ്ദേഹം പുറകെ അവിടുന്ന് വേറൊരു യാത്ര ആരംഭിക്കുന്നു എന്നാണ് കേട്ടത്, റബ്ബറിൻ്റെ വിലയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഈ പ്രഭാത ഭക്ഷണം വന്നതായാലും ഈ അതിനുശേഷം ഈ ആളെ പരാതിയുടെ പേരിൽ വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് അനുകൂലമായി തടിച്ചുകൂടിയ ജനമാണെന്ന് ഇപ്പോൾ വ്യാഖ്യാനിച്ചാലും ഈ 2 കൂട്ടരെയും പറഞ്ഞു പറ്റിച്ച ഒരു യാത്രയാണ് ഈ നടന്നത്. ഒന്ന്, അതിൻ്റെ പേരിൽ നടന്നതും ബസ്സും അതിൻ്റെ ലിഫ്റ്റും അതെല്ലാം പോട്ടെ, നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ തെരുവിൽ കാണുന്നതോ, നിങ്ങൾ ആസൂത്രിതമായി കരിങ്കൊടി കാണിക്കാൻ വന്നവരാണെന്ന് തന്നെ വിചാരിക്കുക. യൂത്ത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ കാരണം അതിലെ ഒരു വിഭാഗം മാത്രം നടത്തുന്ന ഒന്നാണെന്ന് വിചാരിക്കുക. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒന്നും ഇല്ല എന്നും വിചാരിക്കുക. തല്ലാനിപ്പം ബാക്കി ജനതകളും ഒന്നും ഇല്ലല്ലോ, തല്ലാനും ഒരു കൂട്ടരല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് പോട്ടെ, ഇതെല്ലാം വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കുക. അങ്ങനെയുള്ളവർ പ്രതിഷേധത്തിന് കരിങ്കൊടി കാണിക്കാൻ വന്നാൽ നിങ്ങൾ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന സീനും ഈ വാഹനത്തെ കരിങ്കൊടി കാണിക്കുന്ന സീനും കൂടെ നോക്കിയിട്ട് വാഹനത്തിന് മുന്നിൽ ചാടിയത് ഏത് കൂട്ടരാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. 2 ദൃശ്യങ്ങളൊന്ന് കാണിച്ച് ജനം കാണട്ടെ, അവർ വിലയിരുത്തിക്കോട്ടെ. ഇതിൽ ഏതിനെയാണ് ആത്മഹത്യാ സ്ക്വാഡെന്ന് ഇവർ വിളിക്കുക? ആദ്യം തന്നെ നമ്മളത് ചോദിച്ചതാണ് അല്ലെ? കഴിഞ്ഞ ദിവസം അല്ലാതെ ഗവർണറെ കരിങ്കൊടി കാണിച്ചപ്പോഴും ഇത് ആത്മഹത്യാ സ്ക്വാഡാണോ എന്ന ചോദ്യം നമ്മൾ ഉയർത്തിയതാണ്. അപ്പോൾ അതിനൊരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട് എന്നായിരുന്നു പാർട്ടി വക്താവ് എന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ പറഞ്ഞത്. ഇതിന് അഭിമാനവും അന്തസ്സും ഇല്ല എന്ന്.
അത് ഞാൻ രണ്ടിനെയും അങ്ങനെ വിളിക്കുന്നില്ല. കാരണം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തുക. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഈ പ്രതിഷേധങ്ങൾക്കും കൂടിയുള്ള സ്പേസ് ഇട്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല വാഹനം ഓടിച്ച് നെഞ്ചത്തൂടെ കയറ്റണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളോട് ആ ഉത്തരവാദിത്വം, അതായത് അക്കൗണ്ടബിലിറ്റി കൂടുതലുള്ളത് തീർച്ചയായിട്ടും ഗവർണറെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി അങ്ങനെ ആ കരിങ്കൊടി പ്രതിഷേധം കാണുന്നിടത്തെല്ലാം അദ്ദേഹം കളവ് പറഞ്ഞു പോവുകയാണ്. അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞത് കണ്ടതാണോ? അദ്ദേഹം രക്ഷാപ്രവർത്തനമാണ് കണ്ടതെന്ന് പറഞ്ഞു. നമ്മളെന്താ കണ്ടത്? ആ സീനിൽ എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം ഇട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ആരാണ് മർദ്ദിക്കുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് കുറേ മന്ത്രിമാർ വന്നിരുന്നിട്ട് പൊതുജനമാണെന്ന് പറഞ്ഞാൽ മതിയോ? ഇവർക്കെല്ലാം ദൈവാരാധനയാണ് മധു. അതാണ് പ്രശ്നം. ഇവരെല്ലാം മുഖ്യമന്ത്രിയിൽ കാണുന്നത് ദൈവത്തെയാണ്. ഇവിടെ മന്ത്രി വാസവൻ പ്രസംഗിക്കുന്നു, ഈ ഇദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് എന്തോ പുണ്യമായ ഇതിനെ നവകേരള സദസ്സിൻ്റെ ഗ്രൗണ്ടെന്ന് വിളിക്കണമെന്നോ അങ്ങനെ മറ്റോ കോട്ടയത്ത് പ്രസംഗിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇത് ദൈവാരാധന നടത്തുകയാണ്. എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ സാധാരണ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്ന സുവിശേഷ പ്രസംഗം പോലെ ഇവർ പറയുകയാണ്, ഇതാണ് ദൈവം, നിങ്ങൾ നമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിമർശനമൊന്നും സ്വയം വിമർശനം എന്നൊക്കെ പറഞ്ഞതെല്ലാം പോയി. എന്നിട്ട് നാട്ടുകാരോട് മുഴുവൻ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഇത് കരിങ്കൊടിയോ എന്തെങ്കിലും പ്രതിഷേധം കാണുന്നിടത്ത് കടുത്ത അസഹിഷ്ണുതയാണ് ഇവർക്ക് വരുന്നത്. ഇത് ഭക്തി പ്രസ്ഥാനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയ യാത്ര പോലും അല്ല. എന്നിട്ട് ഇലക്ഷൻ സീറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇടപെടട്ടെ. കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് ഇന്ന് പറഞ്ഞത് ജനങ്ങളാണ് എതിരിടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അക്രമ സംഭവം ഉണ്ടായി. അതിന്റെ പേരിൽ ജയിലിൽ പോയ ആളുകൾ തിരിച്ചു വന്നപ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ടായിരുന്നു പാർട്ടി. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് വേണമെങ്കിൽ ഒന്നുകൂടി കാണാം. പ്രൊഡ്യൂസർ, എനിക്ക് കാണാൻ പറ്റുമോ? ശ്രീ VPP മുസ്തഫ, എം പി രാജേഷ് പറയുന്നത് ഇത് പൊതുജനങ്ങൾ സംഘടിച്ചെത്തി പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് FIRൽ ഉണ്ടായിരുന്നത്. അത് അന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്നപ്പോൾ പോലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് സ്വീകരണം നൽകിയത് പാർട്ടിക്കാരാണ്. മുഖ്യമന്ത്രി ഈ പറയുന്ന ഞാൻ ചോദിക്കുന്നത്, കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെ തള്ളി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഈ ഗോപികൃഷ്ണന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് അത് അങ്ങും കണ്ടിട്ടുണ്ടായിരിക്കണം. എത്രമാത്രം പ്രകോപനപരമാണ്. ഒരു സ്ഥലത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് കാണൂ എന്നുള്ള വെല്ലുവിളിയാണ്. അത് രാഷ്ട്രീയമായി പ്രതിഷേധം നടത്തുന്നവർക്ക് ഏറ്റെടുക്കാൻ തോന്നുന്നതാണ്. അപ്പോൾ അതൊരു കലാപാഹ്വാനമാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്, രാഷ്ട്രീയക്കാരല്ല എന്നുള്ളത് ഗൗരവകരമാണ്. അത് നടപടി അർഹിക്കാത്തൊരു കാര്യമാണോ? മുഖ്യമന്ത്രി വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുകയാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു, വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. നേരത്തെ ഇവരുടെയൊക്കെ ചിലരുടെ ആക്ഷേപം എന്തായിരുന്നു? മുഖ്യമന്ത്രി വെറുതെ എഴുതി വായിക്കാറുള്ളതാണ്, മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്നത് വന്ന് പറയാറുള്ളതാണ്. എന്നാൽ ഈ ഇത്രയും ദിവസം നമ്മൾ കാണുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരെ മറുപടി പറയുകയാണ്. ആരും എഴുതി കൊടുത്തതല്ലല്ലോ. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ മോശമാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളെ കുറിച്ചും ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലരെല്ലാം ആക്ഷേപിച്ചിരുന്നത് കാണാമല്ലോ. എന്നാൽ ഇപ്പൊ 10-20 ദിവസം, ഏതാണ്ട് ഒരു മാസമായിട്ട് നമ്മൾ കണ്ടല്ലോ എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യത്തെയും അദ്ദേഹം വസ്തുതാപരമായിട്ട് തന്നെ വിശദീകരിക്കുന്നത്. ഇവിടെ ജോസഫ് സി മാത്യു തന്നെ പറയുമ്പോൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. ശരിയല്ലേ? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയപ്പോൾ
അദ്ദേഹം കണ്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അത് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഞാൻ കണ്ട കാര്യം, അതിനുശേഷമാണ് മറ്റു സംഭവങ്ങൾ. അത് മുഖ്യമന്ത്രി കണ്ടതല്ല. അതെങ്ങനെയാ കളവായിട്ട് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി കഴിയുക? മുഖ്യമന്ത്രി വസ്തു തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെ കണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവിടെ നടന്ന സംഭവങ്ങൾ എനിക്ക് ആ പത്രസമ്മേളനം നല്ല ഓർമ്മയുണ്ട്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് രക്ഷാപ്രവർത്തനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം മർദ്ദനമുണ്ടായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മറുപടിയും പറയുന്നില്ല. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹം പറയണം അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിൽ കേസെടുത്തിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന കേസെടുത്തിട്ടുണ്ട്, അത് കുറ്റകരമായ കേസാണ് എടുത്തിരിക്കുന്നത്. ആ കേസ് എടുത്തിരിക്കുന്ന FIRൽ എഴുതിയിരിക്കുന്ന വകുപ്പുകൾ ഉള്ളപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആഭ്യന്തരമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിന് കേരള പോലീസ് വകുപ്പിട്ട് കേസെടുക്കുന്നത്? മധു ഒരു സെക്കൻഡ്, അതുകൂട്ടി അദ്ദേഹം അദ്ദേഹം കണ്ടത് രക്ഷാപ്രവർത്തനം ശേഷം അങ്ങ് സമ്മതിച്ചാണോ ശ്രീ VPP മുസ്തഫ? ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ശ്രീ VPP മുസ്തഫ, ഒന്ന് വഴങ്ങുമോ? ഓ ഇനി ഒരു തർക്കവുമില്ല. ശ്രീ VPP മാധു അന്ന് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ല എന്നല്ല. അദ്ദേഹം ആ രക്ഷാപ്രവർത്തനം എന്ന ഒരു വിവരക്കേട് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത് എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. കണ്ടില്ലെന്നല്ല പറഞ്ഞത്, എന്റെ കൺമുന്നിലാണ് നടക്കുന്നത്, അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടു എന്നാ പറഞ്ഞു. അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു വിവരക്കേടുമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വണ്ടി കടന്നു പോകുമ്പോൾ ആ വണ്ടിക്ക് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചവരെ പിറകിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന അവരുടെ ചേർത്ത് പിടിച്ചു മാറ്റുന്ന രംഗമാണ് മുഖ്യമന്ത്രി കണ്ടത്. അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം കണ്ട രംഗം വണ്ടിക്ക് മുന്നിൽ ചാടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിൽ നിന്ന് തടയുന്ന പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വണ്ടി കടന്നു പോയതിനു ശേഷമാണ് നിങ്ങൾ ഇവിടെ പറയുന്ന തരത്തിലുള്ള അക്രമം നടന്നിട്ടുള്ളത്. ആ അക്രമത്തിനെതിരെ താങ്കൾ കൊടുത്ത അക്രമത്തിനിരയായ ആളുകൾ കൊടുത്ത പരാതി അനുസരിച്ച് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല. ഇതാണ് കേരളം. അങ്ങനെയേ കേരളത്തിലെ സർക്കാർ പെരുമാറുകയുള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യം എന്താ? നിങ്ങളുടെ നിരാശയാണ്. മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും എനിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? കരിങ്കൊടി കാണിക്കുന്ന സമരം പാടില്ല എന്ന് പറഞ്ഞോ? ഇതിനെക്കുറിച്ച് വിവിധ ദിവസങ്ങളിൽ ആവർത്തിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോടുണ്ടായില്ലേ? അദ്ദേഹം പറഞ്ഞതെന്താ? കരിങ്കൊടി സമരം നടക്കട്ടെ, ഞങ്ങൾ അതിനെ തടയില്ല എന്ന് തന്നെയല്ലേ? എത്രയും ക്ലിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമല്ലേ? ഇപ്പൊ കാണിച്ചതുപോലെ ഒരു ക്ലിപ്പ് ആ മറുപടിയുടേതും കൂടി കാണിക്കൂ മാധു. മുഖ്യമന്ത്രി പറയുന്നത് കരിങ്കൊടി സമരത്തെ തടയില്ല, കരിങ്കൊടി സമരം തടക്കട്ടെ. ഇന്നലെയും മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ലേ? അങ്ങനെ കരിങ്കൊടി സമരം ചെയ്യുന്നവരോട് ഞാൻ കൈവീശിയിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. കാരണം ഇപ്പോ നമ്മുടെ ഗവർണർ ചെയ്യുന്ന പോലീസ് നടപടി ഉണ്ടാകുന്നതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ടെന്നേ. അതിന്റെ കൂടെ പാർട്ടി പോലീസ് നടപടിക്കാണ് പ്രശ്നം. അങ്ങ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കണ്ടു എന്ന്. മുഖ്യമന്ത്രി കാണാത്ത കാര്യം, മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം നടന്ന അക്രമ സംഭവത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ FIR ഉണ്ട്, അതിലിട്ടിരിക്കുന്ന വകുപ്പുകളുണ്ട്. അതിൽ 307, 149, 324, 323 ഒക്കെ അടക്കം വകുപ്പുകളുണ്ട്. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് എടുത്തിരിക്കുന്ന FIR ആണ്. ക്രൈമിനെ പറ്റി മുഖ്യമന്ത്രി അറിഞ്ഞു പോകേണ്ടതാണ്. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രക്ഷാപ്രവർത്തനമാണ്, ആ രീതി തുടരണം എന്ന് പറഞ്ഞിടത്താണ് അവിടം തൊട്ട് ഇവിടം വരെ ഡിവൈഎഫ്ഐക്കാർ നിരന്നു തല്ലിയത്. ഞാൻ പറഞ്ഞല്ലോ, മാധു എത്രമാത്രം പൊലിപ്പിച്ച് പറഞ്ഞാലും മാതൃഭൂമി വാർത്ത മാത്രം ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് പോലും ബോധ്യമുണ്ട് അങ്ങനെ ഈ 12 ജില്ലയിലും നിറഞ്ഞു നിന്നുള്ള തല്ലൽ ഉണ്ടായിട്ടില്ല, സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. 2-3 ജില്ലകളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ണൂരുണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്താണ് ഉണ്ടായത് എന്ന് ഞാൻ സമ്മതിച്ചു തരാമെന്നേ. എവിടെയെങ്കിലും ഉണ്ടായാൽ തള്ളി പറയാൻ പറ്റുമോ? പിന്നെ എറണാകുളത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തൊടുപുഴയിൽ, അവിടെ നിന്ന് ആലപ്പുഴയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് പത്തനംതിട്ടയിലൊക്കെ ഉണ്ടായല്ലോ. അതൊന്നും തല്ലല്ലേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് മാറ്റി പറയല്ല. ആദ്യത്തെ വാചകം നിങ്ങൾ പറഞ്ഞത് നിറഞ്ഞു നിന്ന് തല്ലി എന്നാണ്. ഇപ്പൊ പറയുന്നു നിറഞ്ഞു നിന്ന് തല്ലിയിട്ടില്ല. കണ്ണൂര് കഴിഞ്ഞപ്പോൾ
അതൊരു കാര്യം ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി റീപ്ലേ ചെയ്ത് നോക്ക്. നിരന്ന് തല്ലി എന്ന് ഇതിന്റെ തൊട്ട് മുമ്പ് താങ്കൾ പ്രയോഗിച്ചതാണ്. ശരി, ഈ 3-4 ജില്ലകളിൽ തല്ലിയില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ വീട്ടിൽ പോയി നിന്ന് ആവർത്തിച്ച് കേട്ടോളാം. അങ്ങ് മറുപടി പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് കരിങ്കൊടി പ്രകടനങ്ങളെയും പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങൾ ആ കരിങ്കൊടി പ്രകടനം വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടലും അത് അക്രമോത്സവവുമാകുമ്പോൾ പോലീസ് നടപടി സ്വീകരിക്കും. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കരിങ്കൊടി പ്രകടനം നടത്തിയാൽ ഉടനെ പോലീസ് തല്ലും എന്ന് പറഞ്ഞിട്ടില്ല, പോലീസ് ബലം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവർ അവര് വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ചാടുകയും അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ പോലീസ് നടപടി സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു ഗവർണർ എന്താ ഇന്നിപ്പോ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാണിച്ചത് ഒരു ബാനർ പോലും കെട്ടാൻ പാടില്ല എന്നാ. ഒരു ബാനർ പോലും കെട്ടാൻ പാടില്ല എന്ന് അത് അഴിപ്പിക്കാൻ വേണ്ടി നടക്കുക. എന്നിട്ട് അദ്ദേഹം നേരിട്ട് പോലീസുകാരെയും കൂട്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന സംഗതി. അത്രമാത്രം ഭീകരമായ നിലയിൽ പോവുക. എന്തുകൊണ്ടാ ഗവർണറും ഈ യു ഡി എഫിലെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ചേർന്ന് ഇങ്ങനെയെല്ലാം നടത്തുന്നത്? അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന സ്വീകാര്യത. ആ സ്വീകാര്യതയിലുള്ള നിരാശയാണ് ജോസഫ് സി മാത്യു ഇവിടെ പറഞ്ഞത്. ഈ നവകേരള സദസ്സ് പൊളിഞ്ഞുപോയി, ഒന്നും നടക്കുന്നില്ല, യൂസ്ലെസ് ആണ്. കാരണം ജോസഫ് സി മാത്യു ഒക്കെ കരുതി വെച്ച ഒരു ധാരണയുണ്ടായിരുന്നു, CPM ആകെ ഇതാ കേരളത്തിൽ പൊളിഞ്ഞു പോകാൻ പോകുന്നു, ഇടതുപക്ഷം കേരളത്തിൽ ദുർബലമാകാൻ പോകുന്നു. ഇത് മനോസ്വപ്നം കണ്ടവരാണവർ. അത് നടന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും കേരളത്തിലെ ഇടതുപക്ഷവും CPIM-ഉം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ആ സ്വീകാര്യത നവകേരള സദസ്സിലും കാണുന്നു. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും പോലും ആക്ഷേപിച്ചിട്ടും ജനങ്ങൾ ആ മുഖ്യമന്ത്രിയെ കാണാൻ ഒഴുകിയെത്തുന്നു. ഇങ്ങനെ വരുമ്പോഴുള്ള നിരാശയിൽ നിന്നുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് ജോസഫ് സി മാത്യു ഒക്കെ ഇപ്പോ നവകേരള സദസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞതെന്താ, ഈ കരിങ്കൊടി പ്രയോഗവും അതുപോലെ തന്നെ സമരത്തിനെയും എല്ലാം ഇതാ കണ്ടില്ലേ, വലിയ ലാത്തി ഉപയോഗിച്ച് നേരിടുന്നു. നമ്മൾ ഈ കേരളത്തിൽ ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞു, ഞങ്ങളുടെ കരിങ്കൊടി സമരം ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല. പക്ഷെ ഈ കേരളത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ കരിങ്കൊടി കാണിക്കും, മന്ത്രിമാരെ തടയും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് സമരം ചെയ്തു. അങ്ങനെ സമരം ചെയ്ത ആളുകളെ എന്താ ചെയ്തത്? വെടിവെച്ച് കൊല്ലുകയല്ലേ ചെയ്തത്. കാസർഗോട്ട് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു. കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു. മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തിയ സമരമായിരുന്നു കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലെ സമരം 2011 ഒക്ടോബറിൽ. അന്ന് പോലീസ് എന്താ ചെയ്തത്? ആ സമരക്കാർക്ക് നേരെ വെടിയുതിർത്തു. ഇപ്പോഴും ഉണ്ടല്ലോ ദൃശ്യങ്ങൾ. രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നേരിട്ട് വെടിയുതിർക്കുക. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പിസ്റ്റൾ ഗൺ ഉപയോഗിച്ചിട്ട്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പിസ്റ്റൾ ഗൺ ഉപയോഗിക്കുന്നില്ല, ലാത്തിയെ ഉപയോഗിക്കുന്നുള്ളൂ. ഇലക്ട്രിക് ബാറ്റൺ കൊണ്ടുവന്നതാരാ കേരളത്തിൽ സമരക്കാർക്ക് നേരെ? ആ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ പ്രയോഗം നടത്തിയതാരാ? ഇങ്ങനെ തോക്കും വെടിയും ഇലക്ട്രിക് ബാറ്റണും സമരം ചെയ്യുന്ന, മുൻകൂട്ടി പ്രഖ്യാപിച്ച് സമരം ചെയ്തവർ 4-5 ആളുകൾ ഒളിച്ചിരുന്ന് ചാവേർ സ്ക്വാഡല്ല, നൂറുകണക്കിന് ആളുകൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തിയ സമരകേന്ദ്രങ്ങളിൽ എങ്ങനെയെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്, തോക്കും വെടിയും ഇലക്ട്രിക് ബാറ്റണും എല്ലാം ഉപയോഗിച്ചിട്ട് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും വെടിവെച്ചു കൊന്നവർ അവരാണോ എന്നിട്ട് പറയുന്നത്? ഇപ്പൊ എന്നിട്ട് ഗൺമാനെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ എന്താ ഗൺമാന്റെ റോളിനെ കുറിച്ച് പറഞ്ഞത്? നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നിട്ടു. എങ്ങനെയാ വെടിവെച്ച് കൊന്നിട്ടത്? DCC പ്രസിഡന്റായ K. സുധാകരൻ അക്രമവിരുദ്ധ ജാഥ നടത്തുന്നയാൾ ആ ജാഥക്കിടയിൽ ഒരു കർഷക തൊഴിലാളിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് വന്ന് പ്രസംഗിച്ചത് എന്താ? എന്റെ ഗൺമാന്റെ കയ്യിൽ തോക്ക് കൊടുത്തത് വെടിവെക്കാനാണ്, കാക്കയെ ഓടിക്കാനല്ല എന്നാണ്. എന്നിട്ട് നിങ്ങളാണോ ഇപ്പോ ഈ ഒരു ചൂരലോ അല്ലെങ്കിൽ ഒരു ലാത്തിയോ ഉപയോഗിച്ച് ഒരിറ്റ് ചോര വീഴ്ത്താതെ
ഒരിറ്റ് ചോര വീഴ്ത്താതെ നടത്തുന്ന ഈ സുരക്ഷാ പ്രയോഗത്തെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ശരി 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 ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അനുഭവം, ശ്രീ വി പി മുസ്തഫ ഈ കേരളത്തിലുള്ള പൂർത്തിയാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ശ്രീ രാജു പിനായർ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിഷേധങ്ങളെ യുഡിഎഫ് കാലത്ത് എങ്ങനെ നേരിട്ടു, എത്രമാത്രം രക്തരൂക്ഷിതമായിരുന്നു അത് എന്ന്, ഗവൺമെന്റിന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് ഉമ്മ വെക്കാനല്ല വെടിവെക്കാനാണ് എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതടക്കം കാര്യങ്ങൾ ശ്രീ VPP മുസ്തഫ പറയുന്ന ചരിത്രത്തിൽ നിന്നാണ്. ആ ചരിത്രത്തെ CPM അംഗീകരിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷെ അത് നിങ്ങളുടെ കാലത്തുള്ളതാണ്. നിങ്ങൾക്കിന്ന് വിമർശിക്കാനുള്ള ഞാൻ കേൾക്കുന്നില്ല ശ്രീ VPP മുസ്തഫ സംസാരിക്കുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. സമരം ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇടപെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ്, അത് മാത്രമാണ്, അല്ലാതെ മ്യൂട്ട് ചെയ്യാനൊരു നിലപാട് നമുക്കില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് കേൾക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാകുന്നതുകൊണ്ടാണ് ശ്രീ VP മുസ്തഫ ഞാൻ ഇടപെടുന്നത്. ശ്രീ രാജു പിനാരന്റെ ചോദ്യം ഇതാണ്, UDF കാലത്ത്, കോൺഗ്രസിന്റെ കാലത്ത് എങ്ങനെയാണ് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും നേരിട്ടത് എന്ന് അക്കമിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. ഇന്ന് മന്ത്രി MP രാജേഷ് ചോദിക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിൽ തോക്ക് കൊടുക്കുന്നത് ഉമ്മ വെക്കാനാണോ എന്ന് ചോദിച്ച ആ പഴയ കാലം KPCC പ്രസിഡന്റിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയണം എന്നുള്ളത് ഈ പ്രതിഷേധങ്ങളെ തള്ളി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. മാധു, ഈ കൂത്തുപറമ്പിലെ കാര്യം അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പിൽ എന്താ സംഭവിച്ചത്? വെറും കരിങ്കൊടിയായിരുന്നോ? MP രാഘവനെ ആക്രമിക്കണമെന്ന കണക്ക് കൂട്ടി ചെന്ന ആ ആൾക്കൂട്ടത്തിന് നേരെ അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് ഉത്തരവ് കൊടുത്ത് വെടിവെച്ചത്. അതിൻ്റെ പേരിൽ ഹക്കീം ബത്തേരി ഉൾപ്പെടെ, ആന്റണി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പിന്നീട് വന്ന ഇടതുപക്ഷ മന്ത്രിസഭ കേസെടുത്തില്ലേ? ആ കേസ് എന്തായി? ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോയിട്ട് ആ കേസ് തള്ളിപ്പോയില്ലേ? അപ്പോൾ ഒരു വിഷയം അത്. പിന്നെ ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റിയെ കായികമായി ആക്രമിക്കാൻ ചെന്നാൽ വെടിവെക്കണം. അത് തന്നെയാണ് ഗൺമാൻമാർക്ക് വെടി കൊടുത്തിരിക്കുന്നത്, ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ കായികമായി ആക്രമിക്കാൻ പോയോ? ആ വാഹനത്തിനകത്തു ഇരുന്ന് അത് വെള്ളം പോലും വായു പോലും കയറാത്ത ആ വാഹനത്തിലിരുന്ന് പോകുന്ന മുഖ്യമന്ത്രിയെ വഴിയിൽ നിന്ന് 2 കറുത്ത തുണി വീശി കാണിച്ചാൽ അത് അദ്ദേഹത്തിനെതിരെയുള്ള കായികമായ ആക്രമണമാകുമോ? ഒരു ഷൂസ് വലിച്ചെറിഞ്ഞ കേസിൽ കോടതി ചെന്നപ്പോൾ കോടതി 4 കൂട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അപ്പം മാധു, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം പോലീസ് അവരുടെ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല അല്ല നിർവഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അനിൽകുമാർ ആരാ? അനിൽകുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാ. ആ പേഴ്സണൽ സെക്യൂരിറ്റി PSO എവിടെയാ നിൽക്കേണ്ടത്? ഒരു പ്രൊട്ടക്റ്റീവ് ഉണ്ടെങ്കിൽ ആ പ്രൊട്ടക്റ്റീവിടെ കൂടെയാണ് PSO വേണ്ടത്. അതിന്റെ മാനുവൽ, ബ്ലൂ ബുക്കാണ് അതിന്റെ മാനുവൽ. ആ മാനുവലിൽ വ്യക്തമായിട്ട് പറയുന്നു ആരെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യണം. അത് ഇന്നോവ കാറാണെങ്കിൽ ഇന്നോവ കാറിനകത്ത് PSO യാത്ര ചെയ്യണം. പിന്നെ പുറകിലും മുന്നിലുള്ള പൈലറ്റും മറ്റുള്ള സെക്യൂരിറ്റി എന്തിനാ? ആരെങ്കിലും ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നാൽ കവചമൊരുക്കണം. കവചമൊരുക്കി ബലം പ്രയോഗിച്ച് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് മാറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഈ അനിൽകുമാറും അതുപോലെ തന്നെ മറ്റ് സെക്യൂരിറ്റി ഓഫീസർമാരും ഈ ആളെ ഇവിടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ അവിടെ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ സൂചിപ്പിച്ചല്ലോ ലാത്തിയുടെ കാര്യത്തെ സംബന്ധിച്ച്. ആ ലാത്തിയുടെ അതാണോ സ്പെസിഫിക്കേഷൻ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് കൃത്യമായിട്ട് ഒരു ബ്ലൂ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന Z കാറ്റഗറി സെക്യൂരിറ്റി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. മാധു, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ VVIP വന്നിട്ടുണ്ട്. എന്തിന്? ഇപ്പൊ ഗവർണർ ആരിഫ് ഖാനെതിരെ കഴിഞ്ഞ ദിവസം SFI തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തിയില്ലേ? ആരിഫ് ഖാൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ മുന്നിൽ പോലുള്ള സെക്യൂരിറ്റി ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന വടിയുണ്ടായിരുന്നോ? ആരെങ്കിലും ചെടിച്ചട്ടിക്ക് തലയെറിഞ്ഞ് പൊട്ടിച്ചോ? ആരെങ്കിലും ആക്രമിക്കാൻ ചെന്നോ? എന്താ അവർ ചെയ്തത്? ഗവർണറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കവചമൊരുക്കി. അതാണ് സെക്യൂരിറ്റിയുടെ ചുമതല. ആ സെക്യൂരിറ്റിയുടെ ചുമതല ചെയ്യാതെ അതിനു പകരം പാർട്ടിയുടെ ഗുണ്ടകളായിട്ട് ഇവർ മാറുകയാണ്. മാധുവിടെ സൂചിപ്പിച്ചു, ഇന്ന് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫാണ്. ഒരു പോലീസുകാരന് അതിൻ്റെയെങ്കിലും ബോധ്യം വേണ്ടേ? ആ പോലീസുകാരൻ്റെ അദ്ദേഹത്തിന്റെ ചുമതല എന്താന്നുള്ള ബോധ്യം വേണ്ടേ? അതുപോലും മറന്നുകൊണ്ട് ഗുണ്ടാപ്പണിയെടുക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഒഫീഷ്യൽ ഗുണ്ടകളെയും ഒഫീഷ്യൽ അല്ലാത്ത ഗുണ്ടകളെയും കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കാം. മുന്നിലും പിന്നിലും നടത്തി യാത്ര ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കും മാധു, എവിടെയെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ കരിങ്കൊടി കാണിക്കുന്നോ
അവിടെയെല്ലാം ടീഷർട്ട് ഇട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെത്തുക. എങ്ങനെ ഇവരെത്തുന്നേ? പോലീസ് അവിടെ നിൽക്കുമ്പോൾ ഇവരെത്തുന്ന അങ്ങനെ ഒരു അംഗപരിമിതനായിട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള മനുഷ്യനെ പോലും ചവിട്ടുന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ ഗുണ്ടകൾ ഇവര് പ്രതിഷേധം നടക്കുന്നിടത്തെല്ലാം എങ്ങനെ എത്തുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് മാരകായുധങ്ങളും കൊണ്ട് നടക്കുന്ന ഗുണ്ടകളെയും കൂട്ടിയാണ്. എന്നിട്ട് VPP മുസ്തഫയോട് പറയുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞ എന്റെ സംശയം ബലപ്പെടുകയാണ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം കൂടി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ഇൻസിഡന്റിൽ, ആ ഇൻസിഡന്റിൽ പോലീസ് എടുത്ത ചാർജ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ ഇനി ഞങ്ങൾ പറയണോ? പഴയങ്ങാടിയിൽ നടന്ന സംഭവം അറിഞ്ഞു, അത് അദ്ദേഹം മുന്നിൽ പോകുമ്പോ കണ്ട കാര്യമാണ് പറഞ്ഞത്. മറ്റേത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് ആഭ്യന്തരമന്ത്രിയാണെന്ന് പറയാൻ അങ്ങേക്ക് നാണമില്ലേ ശ്രീ മുസ്തഫ? അദ്ദേഹത്തിന്റെ വകുപ്പിൽ എടുത്തിരിക്കുന്ന കേസ് അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ളത്. ആ വിവരം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അറിയാത്തതല്ല മാധു. ഇത് കൃത്യമായിട്ട് ഈ സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഗവർണറുടെ സംഭവം കൂടി കൂട്ടി വായിക്ക്. എന്റെ സംശയം ഇവരിത് ഒരു മറ്റൊരു രീതിയിലേക്ക്, ഒരു കലാപത്തിലേക്ക് മുഴുവൻ കേരളത്തെ തള്ളിവിട്ട് അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായാൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഗുണ്ടകളെ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് CPM-ന്റെ ആരോപണം. ഈ ആരോപണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നമാണ് ജനങ്ങളുടെ മുന്നിലുള്ള പ്രതിസന്ധി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേലേക്ക്. ശ്രീ ജോസഫ് സി മാത്യു, ഈ ആലപ്പുഴയിൽ അജിമോൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണം പോലീസുകാര് എടുത്തുകൊണ്ട് മാറ്റി വഴിയരികിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ. ആ സമയത്താണ് വന്ന് ചാടി ചവിട്ടുന്നത്. ഭിന്നശേഷിക്കാരനെതിരായ അതിക്രമമാണ്, പോലീസിന്റെ കൺമുന്നിലാണ്. കേസെടുക്കേണ്ടതല്ലേ? മാധു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇതിൽ പാർട്ടി പ്രവർത്തകർ ഇടപെടേണ്ടതില്ല, ഇവിടുത്തെ പോലീസിന് സംരക്ഷണം കൊടുക്കാൻ കഴിയും, ഇത് പാർട്ടി നടത്തുന്ന പരിപാടിയല്ല, ഇത് സർക്കാർ നടത്തുന്ന പരിപാടിയാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇവർക്ക് ആർക്കും ബാധകമല്ല. ബഹുമാനായ ശ്രീ VPP മുസ്തഫയ്ക്ക് പോലും അത് ബാധകമല്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ കേൾക്കൂ. കാരണം എന്താണ്? നേരത്തെ പോലെ സംസ്ഥാന സെക്രട്ടറി അല്ല ഇവിടുത്തെ അവസാനത്തെ വാക്ക്. നിങ്ങൾ ഈ ആദ്യത്തെ സ്ഥലത്ത് ഈ ആക്രമണം ഉണ്ടായപ്പോൾ നിങ്ങൾ സംയമനം പാലിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സംഭവം ആവർത്തിക്കില്ല. CPIM അങ്ങനെ ഒരു പാർട്ടിയാണ്. അതിന് പകരം മുഖ്യമന്ത്രി ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് ഇത് ആവർത്തിക്കണമെന്നും കൂടി പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കണ്ടതാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടത് മാത്രം നടപ്പിലാക്കാൻ ഒരു ആഭ്യന്തരമന്ത്രിക്ക് പറ്റുമോ? ഇദ്ദേഹം എല്ലാം കണ്ടിട്ടാണോ നടപടിയെടുക്കുന്നത്? ഇദ്ദേഹം ഒന്നും കണ്ടില്ല. അന്നത്തെ ദിവസം വാഹനം കടന്നു പോയ ശേഷമാണ് പിടിച്ചു മാറ്റലും അടിയും ഉണ്ടായത്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ടു, ഞാൻ നേരിട്ട് കണ്ടതല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ പോലെ ഞാൻ കണ്ടില്ല എന്നല്ല പറഞ്ഞത്. ഇപ്രാവശ്യത്തെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ കാര്യം കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തിനാ കാണുന്നേ? നമ്മളെല്ലാം കണ്ടത് നേരിട്ട് കണ്ടിട്ടാണോ നമ്മൾ ഈ സംസാരിക്കുന്നത്? ഈ ദൃശ്യങ്ങളും അദ്ദേഹത്തിന് വേറെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഈ അക്രമത്തെ പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയുമാണ്. അത് തുടർന്ന് എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. അപ്പോൾ ശ്രീ മുസ്തഫ പറയുന്നത് എന്താണ്? നിരന്ന് അടിച്ചില്ലല്ലോ, 7-8 ഇടത്തല്ലേ അടിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. ഇവരാരാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്? നിങ്ങൾ ഇന്ന് വേറൊരു ദൃശ്യം കണ്ടു നോക്കൂ. PMR ഷോ എങ്ങനെയാണ് പോലീസുകാരോട് കയർക്കുന്നത് നോക്കൂ. അദ്ദേഹത്തിന്റെ മുണ്ടിൽ പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോലീസ് എങ്ങനെയാണ്? ആർഷോ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഓരോ പോലീസുകാർ മാറി മാറി വിളിച്ചുകൊണ്ട് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈ ക്രമസമാധാനം പാലിക്കേണ്ട സർക്കാർ ചെലവിൽ ശമ്പളം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ ദ്വന്ദ്വ സ്വഭാവം വരുന്നത്? എവിടെയാണ് തുല്യനീതി എന്ന് പറയുന്നത്? ഞാൻ 2 കൂട്ടരോടും അങ്ങനെ ചെയ്തോട്ടെ, ആരെയും മർദ്ദിക്കണ്ട. പക്ഷെ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഭരണം എങ്ങനെയാണ് ഈ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതെന്നും അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണെന്നുമാണ് ഈ വ്യക്തമായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗവർണറുടെ കാര്യം തന്നെ പറഞ്ഞു. ഗവർണർ അവിടെ ബാനറുകൾ കാണുമ്പോൾ ഗവർണർക്ക് അസ്വസ്ഥത. ഗവർണർ അംഗരക്ഷകരോട് പറയുന്നു അഴിച്ചു മാറ്റാൻ. മുഖ്യമന്ത്രി അംഗരക്ഷകരോട് പറയുന്നു തലയടിച്ചു പൊട്ടിക്കാൻ. അല്ലെങ്കിൽ തലയടിച്ചു പൊട്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ എന്താ അദ്ദേഹം മൈക്ക് ഓഫാക്കി പോകുന്നത്? അദ്ദേഹമല്ലേ മറുപടി പറയേണ്ടത്? ഈ ക്രൂരകൃത്യങ്ങൾക്ക് അദ്ദേഹമല്ലേ മറുപടി പറയേണ്ടത്? വധശ്രമത്തിന് കേസെടുക്കേണ്ടതല്ലേ തലയടിച്ച് പൊട്ടിക്കുന്നതിന്? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂട്ടം കൂടി വരികയല്ലല്ലോ. 1-2 പേർ അല്ലേ അവിടെ നിൽക്കുന്നത്? പോലീസിന്റെ കസ്റ്റഡിയിലല്ലേ നിൽക്കുന്നത്? അവരെ പിന്നാലെ വാഹനത്തിലെത്തി ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നൽകാത്ത വേറെ ആയുധങ്ങൾ കയ്യിൽ കരുതിക്കൊണ്ട് മഫ്തിയിൽ വന്ന് തലയടിച്ച് പൊട്ടിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ഏത് വകുപ്പ് പ്രകാരമാണ്? പോലീസ് മാനുവലിൽ അങ്ങനെ ഒരു വകുപ്പുണ്ടോ?
അപ്പോൾ ഇതെല്ലാം ചെയ്ത ശേഷം ഇതിനെല്ലാം ന്യായീകരിച്ചാൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ സമീപനം എടുക്കുക എന്ന് ശ്രീ മുസ്തഫ എന്നോട് പറയുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതിൻ്റെ പേര് ഇടതുപക്ഷ സമീപനം എന്നല്ല. നിങ്ങൾ ദൈവനിന്ദ നടത്തുന്നു എന്നുള്ള ആരോപണമാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് CMRLലെ വിഷയമായാലും നീന്തൽ കുളത്തിൻ്റെ കാര്യമായാലും സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കാനില്ലാത്തപ്പോഴും പെൻഷൻ കൊടുക്കാനില്ലാത്തപ്പോഴും കാണിക്കുന്ന ഈ ദൂർത്തായാലും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വിമർശനവുമില്ല, സ്വയം വിമർശനവുമില്ല. നിങ്ങളിങ്ങനെ സ്തുതിപാഠക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ VPP മുസ്തഫ, ജോസഫ് സി മാത്യു പറയുന്നു അന്ന് സംയമനം പാലിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്ന്. അത് ഇന്നും പറയാം ശ്രീ VPP മുസ്തഫ, ഇന്നും പറയാം. ഏത് സംഭവം നടക്കുമ്പോഴും പറയാം, സംഭവങ്ങൾ നടക്കാത്തപ്പോഴും പറയാം. ഇതൊരു സർക്കാർ പരിപാടിയാണ്, ഇതിനു സംരക്ഷണം കൊടുക്കാൻ കേരള പോലീസിന് അറിയാം, മറ്റാരുടെയും സംരക്ഷണം ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കാണുന്നത് ജോസഫ് സി മാത്യുവും മാധവും എല്ലാം പറഞ്ഞു വെക്കുന്നത് എന്താ, നമ്മുടെ മുഖ്യമന്ത്രി എന്തോ മഹാക്രൂരനാണ്, അദ്ദേഹം എന്തോ മഹാ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നയാളാണ്. പിണറായി വിജയനെ അങ്ങനെ ചിത്രീകരിച്ച് അങ്ങനെ ഒരു പ്രതിച്ഛായയിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടത് കേരളത്തിലെ വലതുപക്ഷത്തിന്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടല്ലോ, ഇപ്പോൾ ഒരു വിമർശനവുമില്ല, ഒരു സ്വയം വിമർശനവുമില്ല എന്ന് പറഞ്ഞാൽ ചിലരുടെ ധാരണ എന്താ, ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇടതുപക്ഷം CPM അത് വിമർശനവും സ്വയം വിമർശനവും ഉള്ളതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ ഇതാ ഞങ്ങളൊക്കെ ഇടതുപക്ഷം വിട്ടുപോയി, അതോടുകൂടി അതിനകത്ത് അതൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തുമാത്രം മാർക്സിസ്റ്റ് വിരുദ്ധ സമീപനമാണ്. മാർസിയൻ കൺസെപ്റ്റ് അനുസരിച്ച് അവർക്ക് അങ്ങനെ ഞങ്ങളില്ലെങ്കിൽ പിന്നെ CPM-ലും ഇടതുപക്ഷത്തും യാതൊരു വിമർശനവുമില്ല, അവിടെ പിന്നെ നേതാവിന്റെ സ്തുതിപാടലാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും ഭാഗമായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ പരിഹസിക്കും. ഞങ്ങൾക്ക് കുറച്ചാളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള നല്ല അവഗാഹമുള്ളൂ. എങ്ങനെ വിമർശിക്കണം, എങ്ങനെ സ്വയം വിമർശിക്കണം, എങ്ങനെ നേതാക്കളെ പറയണം, മറ്റാർക്കും ഇല്ല. അതൊക്കെ ഒരു ബോഷ്കാണ്. CPM-നകത്ത് ഇപ്പോഴുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരും ആ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും അതിന്റെ ഐഡിയോളജിയും അതിന്റെ പ്രവർത്തന സംവിധാനവും മനസ്സിലാക്കി വെച്ചിട്ടുള്ളവർ തന്നെയാണ്. അതനുസരിച്ച് വിമർശിക്കാമല്ലോ എന്നാണ്, ഞങ്ങൾ തിരുത്തി പോകണമെന്നല്ലേ പറയേണ്ടത് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ചത്. അത്തരം പറച്ചിലുകളെ ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തെ അങ്ങനെ ചാപ്പ കുത്തി പോകേണ്ട ഒരു ആവശ്യമില്ല. കേരളത്തിലെ വലതുപക്ഷത്തിനൊപ്പം നിന്ന് എന്തു കിട്ടാനാണ്? തുടർ ഭരണത്തിൽ അജയ്യരായി നിൽക്കുന്ന ഒരു സർക്കാരിനെ സ്തുതിക്കലാണോ അതോ ഒന്നുമില്ലാത്ത പ്രതിപക്ഷത്തിന് ഒപ്പം നിൽക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യത്തിന് വിമർശിക്കാൻ, ജനാധിപത്യപരമായി വിമർശിക്കാനുള്ള നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു പോരാട്ടം തന്നെയാണ്. ശ്രീ VPP മുസ്തഫ, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.